ഇന്നത്തെ അറിയിപ്പുകൾ. കെഎസ്ആർടിസിയുടെ ബിസിനസ് ക്ലാസ് ബസ് അടുത്തയാഴ്ച നിരത്തിലിറങ്ങും. ശുചിമുറി, ഭക്ഷണം, കഫറ്റേരിയ, പാൻട്രി ഉൾപ്പെടെയായി വന്ദേ ഭാരത് ട്രെയിനിന് സമാന്തരമായാണ് ആഡംബര ബസ് ഓടിത്തുടങ്ങുന്നത്. 2 കോടി രൂപ വിലയുള്ള 2 ബസ്സുകളാണ് ബിസിനസ് ക്ലാസ് സർവീസിനായി കെഎസ്ആർടിസി വാങ്ങിയത്. പുലർച്ചെ 5:15 തിരുവനന്തപുരത്ത് നിന്ന് വന്ദേ ഭാരത് ട്രെയിൻ പുറപ്പെടുന്നതിന് പിന്നാലെ ബസ് കൊച്ചിക്ക് പുറപ്പെടും. രാവിലെ 10 മുൻപ് എറണാകുളത്തെത്തുന്ന രീതിയിലാണ് സർവീസ്. എറണാകുളത്ത് നിന്ന് തിരുവനന്തപുരത്തേക്കും ഇതേ സമയക്രമത്തിൽ സർവീസുണ്ട്. ബസ്സിൽ പ്രത്യേക ടിക്കറ്റ് നിരക്കായിരിക്കും ഈടാക്കുക. ഭക്ഷണത്തിനും മറ്റും പ്രത്യേകം പണം നൽകണം. തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെട്ടാൽ കൊല്ലം, ആലപ്പുഴ എന്നിവിടങ്ങളിൽ മാത്രമാണ് സ്റ്റോപ്പ്. ടിക്കറ്റ് നേരത്തെ റിസർവ് ചെയ്യുന്നതിനും സൗകര്യമുണ്ടാകും. റിസർവ് ചെയ്ത എല്ലാ യാത്രക്കാരും എറണാകുളത്തേക്കാണെങ്കിൽ കൊല്ലത്തും ആലപ്പുഴയിലും സ്റ്റോപ്പ് ഉണ്ടാകില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ ബസിന്റെ ഉദ്ഘാടന പ്രഖ്യാപനം നടത്തിയെങ്കിലും ഔദ്യോഗികമായി രംഗത്തിറക്കാൻ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം മൂലം സാധിച്ചിരുന്നില്ല. ന്യൂസ് ഡെസ്ക്, മൈഫിൻ ടിവി. സംസ്ഥാനത്ത് ചൂട് വർദ്ധിച്ച സാഹചര്യത്തിൽ പരിശോധനകൾ ശക്തമാക്കാൻ ഭക്ഷ്യസുരക്ഷാ വകുപ്പ്. കുടിവെള്ളം, ജ്യൂസ് കടകൾ, ജ്യൂസ് നിർമ്മാണ യൂണിറ്റുകൾ എന്നിവ കേന്ദ്രീകരിച്ചാണ് പരിശോധന നടത്തുന്നത്. മാർച്ച് 1 മുതൽ 3641 പരിശോധനകളാണ് നടത്തിയത്. 291 സ്ഥാപനങ്ങൾക്ക് റെക്ടിഫിക്കേഷൻ നോട്ടീസും 219 സ്ഥാപനങ്ങൾക്ക് കോമ്പൗണ്ടിംഗ് നോട്ടീസും നൽകി. ജ്യൂസ്, കൂൾ ഡ്രിങ്ക്സ്, സോഫ്റ്റ് ഡ്രിങ്ക്സ് എന്നിവയുടെ 506 സർവെയിലൻസ് സാമ്പിളുകളും കുടിവെള്ളം, കുപ്പിവെള്ളം എന്നിവയുടെ 118 സാമ്പിളുകളും 36 സ്റ്റാറ്റ്യൂട്ടറി സാമ്പിളുകളും 2 സബ് സ്റ്റാൻഡേർഡ് സാമ്പിളുകളും ശേഖരിച്ചു. പരിശോധനകൾ ശക്തമായി തുടരുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചു. ചൂടുകാലമായതിനാൽ ദാഹം തോന്നിയില്ലെങ്കിലും ധാരാളം വെള്ളം കുടിക്കണം. സുരക്ഷിതമല്ലാത്ത വെള്ളവും ഭക്ഷണവും കഴിക്കരുത്. കുപ്പിവെള്ളത്തിന്റെ ശുദ്ധത ഉറപ്പുവരുത്തുന്നതിനായി പരിശോധനകൾ കൂടുതൽ ശക്തമാക്കും. ജില്ലകളിൽ ഭക്ഷ്യസുരക്ഷാ അസിസ്റ്റന്റ് കമ്മീഷണർമാരുടെ നേതൃത്വത്തിലുള്ള സ്ക്വാഡുകളാണ് പരിശോധന നടത്തുന്നത്. വഴിയോരങ്ങളിലുള്ള എല്ലാ കടകളും പരിശോധിച്ചു വരുന്നു. ഷവർമ ഉൾപ്പെടെയുള്ള ഭക്ഷ്യവസ്തുക്കൾ വിൽക്കുന്ന സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് ഭക്ഷ്യസുരക്ഷാ പരിശോധനകൾ ശക്തമായി തുടരുമെന്നും മന്ത്രി പ്രസ്താവനയിൽ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, മൈഫിൻ ടിവി. മിൽമ പാലിന്റെ വില വർദ്ധിപ്പിച്ചേക്കും. ലിറ്ററിന് 6 രൂപ വർദ്ധിപ്പിക്കണമെന്നാണ് ആവശ്യം. വിഷയത്തിൽ 29-ന് ചേരുന്ന ഡയറക്ടർ ബോർഡ് യോഗത്തിൽ തീരുമാനമുണ്ടായേക്കും. മിൽമ പാലിന് കഴിഞ്ഞ 3 വർഷമായി വില കൂട്ടിയിട്ടില്ലെന്നും തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം പിൻവലിച്ചാൽ ഉടൻ പാൽ വില കൂട്ടണമെന്നുമാണ് ആവശ്യം. ലിറ്ററിന് 6 രൂപ വർദ്ധിപ്പിക്കണം. വില കൂട്ടാതെ പിടിച്ചു നിൽക്കാൻ കഴിയില്ലെന്നും മിൽമ ചെയർമാൻ കെ.എസ്. മണി പറഞ്ഞു. വിഷയത്തിൽ 29-ന് ചേരുന്ന ഡയറക്ടർ ബോർഡ് യോഗത്തിൽ തീരുമാനമുണ്ടായേക്കും. പാലിന് ലിറ്ററിന് 6 രൂപ വർദ്ധിപ്പിക്കണമെന്നാണ് ആവശ്യത്തിൽ ബോർഡ് ആസ്ഥാനത്തിന് മുന്നിൽ ഡയറക്ടർ ബോർഡ് അംഗങ്ങൾ പ്രതിഷേധിച്ചിരുന്നു. വിലവർധനയിൽ തീരുമാനം വൈകുന്ന സാഹചര്യത്തിലാണ് പ്രതിഷേധം. വിലവർധന നടപ്പാക്കുന്നതിനായി ബോർഡ് നേരത്തെ നൽകിയ കത്തിന് വ്യക്തമായ മറുപടി സർക്കാരിൽ നിന്ന് കിട്ടിയിട്ടില്ല. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിന്റെ കൂടി ഭാഗമായാണ് മറുപടി വൈകിയതെന്നാണ് ബോർഡ് ചെയർമാന്റെ നിലപാട്. ന്യൂസ് ഡെസ്ക്, മൈഫിൻ ടിവി. കടുത്ത ചൂടിനെ തുടർന്ന് സംസ്ഥാനത്ത് പ്രതിദിന വൈദ്യുതി ഉപഭോഗം സർവ്വകാല റെക്കോർഡിൽ. വെള്ളിയാഴ്ച ആകെ ഉപയോഗിച്ചത് 11.61 കോടി യൂണിറ്റാണ്. 2024 മെയ് 3-ലെ 11.59 കോടി യൂണിറ്റ് എന്ന റെക്കോർഡാണ് മറികടന്നത്. വെള്ളിയാഴ്ച വൈകിട്ടത്തെ കണക്കുകൾ പ്രകാരം വൈദ്യുതി ആവശ്യകത 6013 മെഗാവാട്ടായി ഉയർന്നിട്ടുണ്ട്. ഇത് ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന നിലയാണ്. കടുത്ത ചൂടിനെ തുടർന്ന് AC ഫാൻ ഉപയോഗം വർദ്ധിച്ചതും പാചകവാതക ലഭ്യതക്കുറവ് മൂലം ബദൽ മാർഗങ്ങൾ സ്വീകരിച്ചതുമാണ് വൈദ്യുതി ഉപഭോഗം വർദ്ധിക്കാൻ കാരണം. കഴിഞ്ഞ വർഷത്തേക്കാൾ ദിനംപ്രതി 8 ദശലക്ഷം യൂണിറ്റ് കൂടുതലാണ് ഈ വർഷത്തെ വൈദ്യുതി ഉപഭോഗം. പുറമേ നിന്ന് വൈദ്യുതി വാങ്ങുന്നത് കൂടിയതോടെ മെയ് മാസത്തെ സർചാർജിൽ ഇത് പ്രതിഫലിക്കാൻ സാധ്യതയുണ്ട്. ഏപ്രിൽ 7-ന് 86.58 ദശലക്ഷം യൂണിറ്റ് വരെ വാങ്ങേണ്ടി വന്നു. ഇതോടെ ഏറ്റവും കുറഞ്ഞത് യൂണിറ്റിന് 10 പൈസയെങ്കിലും സർചാർജ് കൂടുതൽ നൽകേണ്ടി വരുമെന്നാണ് കണക്കുകൂട്ടൽ. നിലവിൽ ആവശ്യത്തിന് വൈദ്യുതി ലഭ്യമാണെങ്കിലും ആവശ്യകത ഈ തോതിൽ ഉയർന്നാൽ പുറത്തുനിന്ന് കൂടുതൽ വൈദ്യുതി വാങ്ങേണ്ടി വരും. നിലവിലെ പ്രതിസന്ധി പരിഹരിക്കാൻ ആഭ്യന്തര ഉൽപ്പാദനം വർദ്ധിപ്പിക്കുമെന്ന് KEB അറിയിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, മൈഫിൻ ടിവി. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ ടിവി ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.